ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. എൻ്റെ പേര് പുഷ്പദാസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഇളയ മകളുടെ വിവാഹം 2023 ഡിസംബർ മാസം 15 തീയതി വിവാഹം ഉറപ്പിക്കപ്പെട്ടു. എന്നാൽ അതിനുവേണ്ടി ഒരുക്കത്തിനായിട്ട് എൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്നത് ഒരു 1,00,000 രൂപയും 5 ഗ്രാം സ്വർണവും മാത്രമായിരുന്നു. എങ്ങനെ വിവാഹം നടത്തും എന്ന് വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഷീജോ ബ്രദർ എന്നോട് വിളിച്ച് വിവരം അറിഞ്ഞപ്പോൾ ബ്രദർ എനിക്കൊരു പ്രാർത്ഥന ഇട്ട് തന്നു. ആ പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലി. 28 ദിവസത്തെ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന ഞാൻ ചൊല്ലി. 21 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകളുടെ വിവാഹത്തിന് ആവശ്യമായ സാമ്പത്തികം 5 ലക്ഷം രൂപയിലധികം എൻ്റെ കയ്യിൽ വരികയും ആവശ്യമായ സ്വർണവും കാര്യങ്ങളും എല്ലാം റെഡിയായി. ഡിസംബർ 11 തീയതി എൻ്റെ മകളുടെ വിവാഹം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ട് നല്ല രീതിയിൽ ആരും ആക്ഷേപിക്കാത്ത ഒരു വലിയ രീതിയിൽ തന്നെ എൻ്റെ മകളുടെ വിവാഹം നടത്തുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഷീജോ ബ്രദറിനും ഞങ്ങളെ സഹായിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും എല്ലാം ഒരു കോടി സ്തോത്രം ഞാൻ പറയുന്നു. ഒപ്പം തന്നെ എൻ്റെ മകന് ഗൾഫിന് വിടാനായിട്ട് ഞങ്ങളൊരു ഏജൻസിയിൽ 1,00,000 രൂപ കൊടുത്തിരുന്നു. എന്നാൽ അത് തട്ടിപ്പായി പോയി. ഞങ്ങൾക്ക് ആ പൈസയുടെ പേരിൽ എൻ്റെ മകന് ഗൾഫിലേക്ക് പോകാനുള്ളതായ കാര്യങ്ങളൊന്നും ഒത്തില്ല. അങ്ങനെ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴേ വീണ്ടും എൻ്റെ മകൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് ഞാൻ ബ്രദർ തന്ന പ്രാർത്ഥന ഞാൻ വീണ്ടും ചൊല്ലി, വിശ്വാസത്തോടെ ചൊല്ലി. ഒരു ദിവസം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴും അതിൻ്റെ ചെറിയ നീക്കങ്ങളൊക്കെ ആയി തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ 18ാമത്തെ ദിവസം എൻ്റെ മകൻ, അതായത് 2024 ജനുവരി മാസം 25 തീയതി എൻ്റെ മോനെ ദുബായിലേക്ക് വണ്ടി കയറി അവിടെ ചെന്നു. നല്ലൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പിടിച്ചാണ് പോയത്. ഒരു നല്ല ജോലിയിലേക്ക് എൻ്റെ മകൻ പ്രവേശിച്ചു. ഇപ്പോൾ സന്തോഷത്തോടെ ജോലി നോക്കുന്നു. അങ്ങനെ എൻ്റെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. ഒരു കോടി 1000 സ്തോത്രം. എനിക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ പ്രയാസ സമയങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളോടൊപ്പം ഈ ഗ്രൂപ്പിന് നമുക്ക് പ്രാർത്ഥനയിലൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ നമ്മളെ പ്രയർ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം ജീവിക്കുന്ന അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ ഭാരപ്പെട്ടിരുന്ന സമയത്തായിരുന്നു. എനിക്ക് പറയുമ്പോൾ എനിക്കത് സങ്കടത്തോടെ പറയാൻ പറ്റും. കാരണം അതുപോലെ സമൂഹത്തിന് മധ്യത്തിൽ ഞാൻ ആക്ഷേപിക്കപ്പെട്ടു പോകുമെന്നും ഞാൻ താളടിയായി പോകുമെന്നും തോന്നുന്ന നിമിഷത്തിലാണ് എനിക്ക് ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥന എനിക്ക് ലഭിക്കുന്നത്. ബ്രദർ എനിക്ക് വലിയ പ്രാർത്ഥന തന്ന് സഹായിച്ചത്. ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാണ്. നമ്മളെ ഈ ഗ്രൂപ്പിൽ വരുന്ന പ്രാർത്ഥനയെ നിങ്ങൾ നിസ്സാരമാക്കി കാണരുത്. നമ്മുടെ ആവശ്യങ്ങൾ വിശ്വാസത്തോടെ ഏത് മതമായിക്കോട്ടെ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലുമ്പോൾ അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ സാക്ഷ്യമായിട്ട് ഞാൻ ഈ വോയിസ് ഇട്ടിരിക്കുന്നത്. ഈ ഗ്രൂപ്പിലെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയും അതിനെ നമ്മൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് നമ്മൾ ചൊല്ലുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം തന്നെ സംഭവിച്ചിരിക്കും. നമ്മൾക്ക് കൺമുമ്പിൽ കാണാവുന്ന അത്ഭുതങ്ങളാണ് നമുക്ക് നടക്കുന്നതല്ല, മറ്റൊരാളുടെ പറയുന്നതല്ല, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുള്ളതായ അനുഭവങ്ങളാണ് നമുക്ക്. ഇതിന് അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ വളരെ പറയാനെക്കൊണ്ട് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റാതെ കാലിനൊക്കെ വേദന, അങ്ങനെ ശാരീരികമായിട്ട് എനിക്കങ്ങ് ഭയങ്കര അസ്വസ്ഥത. ഞാൻ ആശ്രയിക്കാത്ത ദിവസങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. എന്നാൽ ഈ പ്രയർ ഗ്രൂപ്പിൽ ഞാൻ ഇതിനകത്തൊരു അംഗമായി തീർന്നു. ആ പ്രയർ ഗ്രൂപ്പിൻ്റെ പങ്കെടുത്തുകൊണ്ട് വരുന്നതായ എല്ലാ പ്രാർത്ഥനകളും ബ്രദർ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം ഏറ്റെടുത്ത് വിശ്വാസത്തോടെ ഞാൻ ദൈവസ്ഥാനത്തിൽ ഞാൻ നന്നായിട്ട് വിശ്വാസത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതമാണ് സംഭവിക്കുന്നത്. എനിക്കിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നതിനോ മറ്റൊന്നും യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എനിക്കില്ല. എനിക്ക് ആ ശരീരത്തിന് നല്ല ആരോഗ്യമാണ്, നല്ലൊരു ഉണർവാണ് എനിക്ക് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഈ ഗ്രൂപ്പിൽ നിസ്സാരമായി കാണാതെ ഏറ്റവും നമുക്ക് ഒരു പൈസ ചെലവ് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് വിശ്വാസം അത് മാത്രം നമുക്കുണ്ടായാൽ മതി. വിശ്വാസത്തോടെ നമ്മൾ ആ പ്രാർത്ഥന പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥന നമുക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അത് അനുഭവമാണ് നമുക്ക് അത്ഭുതം നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ ഈ യൂട്യൂബിൽ ഈ
പ്രയർ തുടങ്ങിയ ആ സമയം മുതൽ എനിക്ക് ബ്രദറിനോട് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇതുപോലെ എൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ബ്രദർ ഈ പ്രാവശ്യം തന്നേക്കുന്ന പ്രാർത്ഥനയെ ഞാൻ ഏറ്റെടുത്ത് ചൊല്ലുന്നുണ്ട്, വിശ്വാസത്തോടെ ചൊല്ലുന്നു. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ നമ്മുടെ ഹൃദയം ദൈവസ്ഥാനത്തിൽ പകരുക, നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ ആ ഗ്രൂപ്പിനോട് ചേർന്ന് തന്നെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ പ്രാർത്ഥനകളും, എനിക്ക് ഏത് പ്രാർത്ഥന അയച്ചു കിട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം വിശ്വാസത്തോടെ ഞാൻ ചൊല്ലും. ഒരു ദിവസം ഞാൻ ഒത്തിരി പ്രാർത്ഥന, എല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളാണ് എനിക്കത് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ പ്രാർത്ഥനയെ നിസ്സാരമായിട്ട് കാണാതെ എല്ലാവരും, ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും പ്രാർത്ഥന നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. നമുക്കിങ്ങനെ അത്ഭുതങ്ങൾ നടക്കും, നമുക്ക് ഈ അഭിഷേകം നമുക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടാകുന്നത് എന്നുള്ള മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് അവരോടും ഈ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനെ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കണം. ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ എനിക്ക് വരുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് പലർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്, അനുഭവങ്ങൾ പങ്കുവെക്കും. ഞാൻ എനിക്കുണ്ടാകുന്ന അത്ഭുതങ്ങളും അനുഭവങ്ങളും ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. ഞാൻ എനിക്കുണ്ടായി ഇങ്ങനെ ആയിരുന്നു, അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് നമ്പർ കൊടുക്കും. പലർക്കും ഞാൻ ഇങ്ങനെ കൊടുത്തു. അവരുടെ എൻ്റെ തൊട്ടടുത്തൊരു വീട്ടിലൊരു മോനുണ്ടായിരുന്നു. അവന് +2 പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ട് അവർ ജോലിയില്ലാതെ അവൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ആ മോന് കൊണ്ടുവന്ന് ഈ ബ്രദറിൻ്റെ നമ്പർ കൊടുത്തു. ബ്രദർ അവനങ്ങൾ പ്രാർത്ഥന അയച്ചു കൊടുത്തു. വിശ്വാസത്തോടെ അവൻ ചൊല്ലി. അവനങ്ങനെ ആദ്യം എറണാകുളത്ത് ജോലിക്ക് പോയി. അതിനുശേഷം ഗൾഫിലേക്ക് പോകാനുള്ള നോട്ടങ്ങൾ അവരുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ആ പ്രാർത്ഥന മുടങ്ങാതെ അവനും എൻ്റെ അമ്മയും നന്നായിട്ട് പ്രാർത്ഥനകൾ ഈ ഗ്രൂപ്പിൽ പ്രാർത്ഥന അവൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അവന് ദുബായിൽ 1 വർഷമായി. കഴിഞ്ഞ ഫെബ്രുവരി മാസം 4-ാം തീയതി അവന് ദുബായിലെത്തിയിട്ട് എൻ്റെ മോൻ പോയ അതേ സ്ഥലത്ത് തന്നെ അവനും പോയി. അവിടെ സന്തോഷത്തോടെ ജോലി, നല്ല ശമ്പളത്തോടെ നല്ല ജോലി ചെയ്യുന്നുണ്ട്. അനുഭവങ്ങളെ ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളൂ. ഇതിനകത്ത് ഞങ്ങൾ അനുഭവിച്ച അനുഭവങ്ങളാണ്, സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത്, ജീവിക്കുന്ന സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളും വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ, അനുഭവം, നമ്മൾ എന്താണ് നമ്മുടെ ആവശ്യം അത് നമ്മൾ ദൈവസ്ഥലത്തിൽ പറഞ്ഞാൽ ഉറപ്പായിട്ട് വരും മറുപടി ലഭിക്കുമെന്നാണ് എനിക്ക് പറയാനെ കൊണ്ടുള്ളത്. എല്ലാവരും ഈ ഗ്രൂപ്പിൽ പ്രാർത്ഥനകൾ ചൊല്ലുകയും ആ ഗ്രൂപ്പിൽ അംഗമായി തീരുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യണം. അനുഭവങ്ങൾ നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വന്നവരാണ്. നമുക്കുണ്ടാകുന്ന അനുഭവം മറ്റുള്ളവർക്ക് കൂടി അനുഗ്രഹം വരണം. അപ്പോഴാണ് നമ്മുടെ അനുഗ്രഹം എത്ര വലുതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിസ്സാരമായിട്ട് ആരും കാണരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുക. ഈ ഗ്രൂപ്പിലെ പ്രാർത്ഥനയോടെ എല്ലാവരും സഹകരിച്ച് വിശ്വാസത്തോടെ ഈശോയിലും അമ്മ മാതാവിലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് മറുപടി ഉറപ്പാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ എല്ലാവരോടും പറയാനെ കൊണ്ടുള്ളത്. ഇനിയും തുടർന്ന് വരുന്ന എല്ലാ പ്രാർത്ഥനകളും വിശ്വാസത്തോടെ ഞാൻ ഏറ്റെടുത്ത് ചൊല്ലി ഓരോ ആവശ്യങ്ങളും ഞാൻ പ്രാർത്ഥനയിലൂടെയാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മറ്റ് പൈസാ ചെലവുകളൊന്നുമില്ല. ഹൃദയ ദൈവസന്നിധി പകർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അത്രമാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും അതിന് ഈ പ്രാർത്ഥനയെ ഒരു ഗൗരവമായി കാണാമെന്നാണ് എല്ലാ സഹോദരങ്ങളോടും എനിക്ക് ഷെയർ ചെയ്യാനെ കൊണ്ടുള്ളത്. എനിക്ക് 6 സഹോദരങ്ങളുണ്ടായിരുന്നു. എനിക്ക് 6 സഹോദരങ്ങളുണ്ട്. എൻ്റെ ഭർത്താവിന് 2 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ 2 പെൺകുട്ടികൾ വളർന്നു വന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തിയും പോലും തയ്യാറായില്ല. എൻ്റെ മക്കളെ വിവാഹം കഴിക്കാൻ അയക്കാനൊക്കെ സാമ്പത്തികമില്ല. ആരുടെയും കൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ ഒളിച്ചോടി പോകുമെന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങളെ പരിഹസിക്കാനായിട്ട് കാത്തിരുന്ന എൻ്റെ സഹോദരങ്ങൾ ആരും വിശ്വസിക്കില്ലെന്നും പറഞ്ഞാൽ, എന്നാൽ അതായിരുന്നു എൻ്റെ അനുഭവം. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ 2ഉം വളർന്നു വന്ന സമയത്ത് എങ്ങനെ ഇവരെ വിവാഹം ചെയ്ത് അയക്കുമെന്നും എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് വലിയ വരുമാനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഒക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരു സാഹചര്യത്തിലാണ് എൻ്റെ മകൾക്കും കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചവരും ചെറിയ ചെറിയ ഓരോ ജോലികളിലൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളും പ്രവേശിച്ചെങ്കിലും ഒരു വിവാഹമൊക്കെ നടത്താനുള്ള സാമ്പത്തികം ഒന്നും തന്നെ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ആലോചനകൾ വന്നു. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്നും അറിയാത്ത അങ്ങനെ ഭാരപ്പെട്ട നിമിഷങ്ങളിലൊക്കെ ആയിരുന്നു എൻ്റെ മക്കളുടെ വിവാഹം നടക്കുന്നത്. അത് മൂത്ത മകളുടെ വിവാഹം ഒരു തരത്തിലൊക്കെ വിവാഹം ചെയ്ത് കിട്ടു. അതിനുശേഷം 2ാമത്തെ മകളുടെ വിവാഹം പെട്ടെന്ന് തന്നെയായിരുന്നു. അങ്ങനെ സാമ്പത്തികം ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഗ്രൂപ്പിലൊരു അംഗമായി തീരുന്നതും എനിക്കിങ്ങനെ എൻ്റെ മകളിലൂടെയാണ് എനിക്ക് ഈ നമ്പർ കിട്ടുന്നത്. എൻ്റെ മൂത്ത മകളിലൂടെയാണ് എനിക്ക് ഈ നമ്പർ കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചതും. ബ്രദർ എനിക്ക് എന്താ പറയുന്നത്, ദൈവദൂതനാണ് എനിക്ക് ബ്രദർ എന്ന് പറഞ്ഞത്. സാക്ഷാൽ എൻ്റെ ഈശോ ഇറങ്ങി വന്നതേ ഞാൻ ആ ബ്രദറിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതുപോലെ സഹായങ്ങളാണ് എനിക്ക് ചെയ്തു തന്നത്. പ്രാർത്ഥനകൾ സമയാസമയം ഓരോ ആവശ്യങ്ങൾ പറയുമ്പോഴും ഏത് രാത്രിയിലാണെങ്കിൽ പോലും ബ്രദറെ എനിക്ക് ഇതുപോലെ വയ്യ, അല്ലെങ്കിൽ എനിക്ക് ഇന്നപോലെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ സമാധാന വാക്ക് പറയുകയും പെട്ടെന്ന് എനിക്ക് പ്രാർത്ഥന ചൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന എനിക്ക് അയച്ചു തരികയും ഒക്കെ ചെയ്തു. അങ്ങനെ മകളുടെ വിവാഹം എങ്ങനെ നടത്തുമെന്ന് എല്ലാവരും പരിഹാസത്തോട്
നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രാർത്ഥന എനിക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഞാൻ ഈശോയിൽ പൂർണ്ണമായും സമാധാനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ ഞാൻ പോയില്ല. ഒരു വ്യക്തിഗത്തിന്റെയും നടുവിൽ ഞാൻ കൈനീട്ടാൻ പോയില്ല. ഞാൻ കൈനീട്ടിയതും എൻ്റെ മനസ്സ് പകർന്നതും എൻ്റെ ദൈവത്തോട് മാത്രമായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും എനിക്ക് തക്ക സമയത്ത് ഏറ്റവും അനുഗ്രഹമായി ഈ പ്രദേശം നടന്നതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം എൻ്റെ കുഞ്ഞിന് നടത്തിയെടുക്കുവാൻ എനിക്ക് എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും എന്നെ സഹായിച്ചു. എന്നെ ഏറ്റവും അധികം സഹായിച്ചതും നമ്മുടെ ഷീജോ ബ്രദറായിരുന്നു. ബ്രദറിനെ ഞാൻ കാണുന്നത് ദൈവത്തെ സ്ഥാനമാണ് ഞാൻ ബ്രദറിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്നത്. കാരണം എൻ്റെ കണ്ണീരിപ്പാരും എനിക്ക് പലപ്പോഴും ഞാൻ ടെൻഷൻ കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഞാൻ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിച്ചു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സറിയുന്നത് പോലെ ഓരോ വചനങ്ങൾ എനിക്ക് ഇട്ടു തരുമായിരുന്നു. അത് വായിക്കുമ്പോഴേ എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളെല്ലാം കൂടി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെനിക്കറിയില്ല, ഞാൻ നമ്മൾ പറയുന്നത് പോലെയാണ്. ആ പ്രയാസ സമയങ്ങളിലാണ് നമ്മളെ ബലപ്പെടുത്തുന്ന വചനങ്ങൾ ബ്രദർ സമയാസമയങ്ങളിൽ എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ തളർന്നു പോകുന്ന സ്ഥാനത്തെല്ലാം ഈ ഗ്രൂപ്പാണ് എന്നെ ഏറ്റവും അധികം നിലനിർത്തിക്കൊണ്ട് പോയെന്ന് എനിക്ക് അവസരത്തിൽ എനിക്ക് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ എൻ്റെ മക്കളെല്ലാം അങ്ങനെ വഴിപിഴച്ചു പോകും എന്ന് എനിക്ക് എൻ്റെ സഹോദരങ്ങൾ പോലും വിധിയെഴുതിയ സമയത്ത് അതൊന്നും നടക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. എൻ്റെ ദൈവം എന്നെ അഭിമാനത്തോടെ ഈ ദേശത്ത് നടക്കുവാൻ എൻ്റെ ദൈവം എടുത്തെന്നെ സഹായിച്ചു എന്ന് എനിക്ക് വീണ്ടും പറഞ്ഞാലും തീരില്ല. ദൈവം തമ്പുരാൻ എന്നോട് ചെയ്ത, എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോ എന്നോട് ചെയ്ത ആ അനുഗ്രഹം എനിക്ക് പറഞ്ഞാലും തീരില്ല. അതുപോലെ എനിക്കുണ്ട്. അതുപോലെയാണ് എൻ്റെ ഭർത്താവും മദ്യപാനിയായിരുന്നു. കുടുംബ കലകം നന്നായിട്ടുണ്ടാക്കുന്ന ആളായിരുന്നു. എന്താഹാരം ശരിയാവണ്ണം കഴിക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല. ആ സ്ഥാനത്തൊക്കെ ഞാൻ ഇന്ന് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാനൊരു അംഗമായി തീർന്നു. അതിനുശേഷം എൻ്റെ ഭർത്താവിന് മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. ഒരു വഴക്കൊന്നും കാര്യങ്ങളില്ല, സ്നേഹവും സന്തോഷമാണ് ഭർത്താവിനുള്ളത്. യാതൊരു പ്രശ്നങ്ങളും എൻ്റെ വീട്ടിലുണ്ടാക്കാറില്ല. ഞാൻ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് മൊബൈലാണേലും TV ആണേലും ഓഫ് ചെയ്തുകൊണ്ട് അവിടെ നിശബ്ദനായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുഗ്രഹമാണ്. മറ്റേ പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ പ്രാർത്ഥന ഗ്രൂപ്പിലെത്തിയതിനു ശേഷമാണ് എൻ്റെ ഭർത്താവിന് മാനസാന്തരം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അനുഭവങ്ങൾ സന്തോഷം, ഞങ്ങളിതൊരു സ്വർഗീയ സന്തോഷമാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇല്ലാത്ത സന്തോഷമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.